എംഎൽഎയുടെ മകൾ മാനേജരായ ബാങ്കിന്റെ കിട്ടാക്കടം തിരികെ പിടിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കരുവാക്കുന്നു. ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് ബാങ്കിന്റെ ഭീമമായ കിട്ടാക്കടം ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ അണിയറയിൽ നീക്കം സജീവമായിരിക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര വികസനത്തിന് മതിയായ സ്ഥല സൗകര്യങ്ങൾ ഇല്ലെന്ന് വരുത്തി കൊട്ടാരക്കര ഫെഡറൽ ബാങ്കിന്റെ ലേലത്തിൽ വെച്ച ലേലവസ്തുവിന് ഉയർന്ന ഫെയർ വാല്യൂ ഇട്ട് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനാണ് ചില ദേവസ്വം ബോർഡ് ഉന്നതരെ മുൻനിർത്തി എംഎൽഎയും ബാങ്ക് മാനേജരായ മകളും ചരടുവലികൾ നടത്തിയത്. കൊട്ടാരക്കര പുലവൻ ജംഗ്ഷന് സമീപത്ത് നിന്ന് തുടങ്ങുന്ന 89.5 സെന്റ് വസ്തു 8.5 കോടിയുടെ ബാങ്ക് ബാധ്യത തീർത്ത് ലേലം പിടിക്കാൻ ആരും ഇല്ലാത്തതിനാൽ ഗണപതി ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന ഫണ്ട് ലക്ഷ്യം വെച്ച വസ്തുമാഫിയക്കാരുടെ ഇടനിലക്കാരും മറ്റു ചില ഉന്നതരുടെയും ഒത്താശയോടെയാണ് കരുക്കൾ നീക്കുന്നത്. കോടതിയുടെ അനുമതിയില്ലാതെ ദേവസ്വം ബോർഡിന് കോടികൾ മുടക്കി വസ്തു വാങ്ങാൻ കഴിയില്ലെന്നിരിക്കെയാണ് അണിയറയിൽ ദേവസ്വം ഉന്നതരുടെ നേതൃത്വത്തിൽ കരുക്കൾ നീക്കുന്നത്. കൊട്ടാരക്കര ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള റോഡിന് കിഴക്കായാണ് ഈ സ്ഥലം വാങ്ങിയാൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കൂടി വാങ്ങിയാലേ ദേവസ്വം ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെങ്കിലും എത്താനാകൂ. അന്യായ വില നൽകി ഈ വസ്തുവും ബോർഡിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണ്. ലക്ഷങ്ങളുടെ കമ്മീഷൻ ലക്ഷ്യമിട്ടാണ് ഇതിനുള്ള കരുക്കൾ അണിയറയിൽ ദേവസ്വം ഉന്നതർ നീക്കുന്നത്. കൊട്ടാരക്കര PD മണികണ്ഠേശ്വരം ദേവസ്വത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാസ്റ്റർ പ്ലാൻ മുഖേന നടപ്പാക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ മറവിലാണ് ദേവസ്വം ഖജനാവ് കൊള്ളയടിക്കാൻ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ റീസർവേ 67/8, 67/30, 68/14, 68/15, 68/17, 68/11, 68/12, 68/16, 68/13, 68/1 എന്നീ നമ്പറുകളിൽപ്പെട്ട 81.5 സെന്റ് സ്ഥലവും 3 മുറി കടകളും ഏറ്റെടുത്താൽ ലാഭകരമാകുമെന്ന് ദേവസ്വം സെക്രട്ടറിയുടെ ROC നമ്പർ 1710/19 ഉത്തരവിന്റെ മറപിടിച്ചാണ് ലക്ഷങ്ങളുടെ കുംഭകോണത്തിന് ദേവസ്വം ഉന്നതർ കരുക്കൾ നീക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.